ഭയങ്കര മണം. പോയി മേലൊക്കെ ഒന്ന് കഴുകുന്നേ. എത്ര തെങ്ങ് കയറി ഇറങ്ങിയാന്നറിയാം ഈ കള്ളിന് വേണ്ടി. ഷാപ്പിൽ അളക്കാൻ നേരത്തെ എന്ത് പറയും? ഷാപ്പിൽ അളക്കാൻ നേരത്തെ ശങ്കരായിട്ടൊരു അബദ്ധം പറ്റിയാന്ന് പറ. ഈ കുടത്തിൽ കൊണ്ടിരുന്ന പലത്തെ എന്റെ തലയ്ക്ക് കൊണ്ടിരുന്നെങ്കിലോ? അപ്പൊ തലയ്ക്കകത്തൊന്നും ഇല്ലല്ലോ. അല്ല, ഈ കള്ള് കുടത്തിലാണെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. പോക്കിരത്തരം പറയരുത്. ക്ഷമിക്ക് രാഘവ. ക്ഷമിക്കണ പണിയൊന്നുമില്ല. പോയ കള്ളിന്റെ കാശ് കാശ് എന്റെ ആകെ ഈ 50 രൂപയേ ഉള്ളൂ. അത് വീട്ടു സാമാനങ്ങൾ വാങ്ങിക്കാൻ കൊണ്ടുവന്നതാണ്. നമുക്ക് പിന്നെ കാണാം. പിന്നെ കാണാം. പോയില്ല. പകുതി വഴിയുന്നപ്പോ ഒരു സംശയം. എന്തേ? അലക്കുന്ന സോപ്പ് സൺലൈറ്റ് ആണോ 500 ആണോ? അതിപ്പോ ഏതായാലും പോരെ. അത് ശരി. അപ്പൊ സോപ്പ് മിനിക്കാരെ വെറുതെ ഒരു പേരുണ്ടാക്കിയിരിക്ക. നിന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഗീതേ, ഗീതേ. എന്താ? അതെ, പൊട്ടിപ്പോയി. എന്ത്? കുടവേ. ആരുടെ? ആ രാഘവന്റെ ചെറിയ കുടവാ. അതിന് നമുക്കെന്താ? അത് ഇതുണ്ടായിരുന്നു. ഏത്? കള്ള്. അതെ, പിള്ളേര് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കാന്നുണ്ടോ. അപ്പൊ ഞാൻ ആ വഴി പോവായിരുന്നു. സാധനം വാങ്ങിക്കാൻ വെച്ച് കാശിന് ഒരു 50 രൂപ കൊടുത്തു. രാഘവൻ പാവല്ലേ, അവന്റെ കുടം പൊട്ടിപ്പോയില്ലേ. അച്ഛാ, അച്ഛൻ ക്രിക്കറ്റ് കളിച്ചു, രാഘവന്റെ കള്ളുകുടം പൊട്ടിച്ചു. അയാൾ അച്ഛന്റെ കയ്യിൽ നിന്ന് 50 രൂപ വാങ്ങിച്ചു. അതെ, അത് തന്നെ. ഇത് നിന്റെ അമ്മായിയോട് പറഞ്ഞാൽ മനസ്സിലാകുമോ? അവളൊരു കാര്യം ചെയ്യ്, ഒരു 50 രൂപ എടുത്തു. അവളറിയണ്ട. എന്താ മരുമോളുമായിട്ട് ഒരു രഹസ്യം പറച്ചില്? നിന്നെ ഇവിടുന്ന് പുകച്ച് പുറത്ത് ചാടിക്കാനുള്ള കാര്യം ആലോചിച്ചോണ്ടിരിക്കുക ഞങ്ങള്. സാധാരണ മരുമക്കളെ കൊണ്ട് അമ്മായിമാർക്ക് കിടക്കപ്പുറതി ഉണ്ടാവില്ല. ഇതൊരു പഞ്ചപാപം ആയതുകൊണ്ട് നീ ഇങ്ങനെ ഞെളിഞ്ഞ് കിടക്കല്ലേ. പിന്നെ പിന്നെ അവൾ അങ്ങനെയൊക്കെ പറയും. മോളിയല്ലേ, മറ്റേ മറക്കല്ലേ. എന്റെ അമ്മായിമ്മ കണ്ടില്ലല്ലോ. ഇല്ല. ആ കുന്തം കളിച്ചിന് കണ്ണി കണ്ടെന്ന് ഉടക്കണ്ട. ഓ, അപ്പൊ അവളത് പറഞ്ഞല്ലേ. നിങ്ങൾക്ക് നാണമില്ല ഇങ്ങനെ കൊച്ചു പിള്ളേരുടെ കൂട്ട് കളിച്ചു നടക്കാൻ? എടി, എന്റെ ശരീരത്തിനെ പ്രായമായിട്ടുള്ളൂ, മനസ്സ് ഇപ്പഴും ചെറുപ്പാ. ഷഷ്ടിപൂർത്തി 6 ആവുമ്പോഴാ ചെറുപ്പം. വെറുതെ അല്ല, 34 വർഷം ശരിക്കും അധ്വാനിച്ചിട്ടാ ഇപ്പൊ സൂഹിക്കുന്നത്. ഗവൺമെന്റ് സർവീസുള്ള മറ്റ് ഡ്രൈവർമാരെ പോലെ കുത്തിയിരുന്ന് ഉറക്കം തൂങ്ങായിരുന്നില്ല എന്റെ ജോലി. കളക്ടർമാര്, മന്ത്രിമാര്, പോലീസ് ഓഫീസർമാര് ഇവരെയൊക്കെ പുറകിലിരുത്തി രാവും പകലും വണ്ടി ഓടിച്ചിട്ടുള്ളവനാ ഞാൻ. അന്നൊക്കെ കേന്ദ്രത്തിൽ നിന്നൊരു VIP വന്ന ആദ്യം അന്വേഷിക്കുന്നത് ഡ്രൈവിങ്ങിന് ശങ്കരൻ നായരെ കിട്ടുമെന്നാ. എന്തുകൊണ്ടാ? എന്റെ സൽപ്പേര് കൊണ്ടും സർവീസിലുള്ള എന്റെ ആത്മാർത്ഥം കൊണ്ടുവാ. ഇപ്പൊ പെൻഷനായി, ഇനിയുള്ള കാലം സുഖമായിട്ട് വിശ്രമ ജീവിതം നയിക്കുക. വിശ്രമ ജീവിതം നയിക്കാനാവും സൈക്കിൾ എടുത്തിട്ട് ഇങ്ങനെ വിശ്രമമില്ലാതെ ചുറ്റുന്നത്? എടി, എനിക്ക് എന്താണ് ഇപ്പൊ ഒരു കുഴപ്പം? ശാലീന സുന്ദരിയായ ഒരു ഭാര്യ. ആരും കേട്ടില്ല. മൂത്ത മകൻ ബാങ്ക് ഉദ്യോഗസ്ഥനാ. ഇന്നല്ലെങ്കിൽ നാളെ അവൻ മാനേജരാ. പിന്നെ രണ്ടാമത്തെ മകൻ പ്രേമൻ വടക്കേമുറി റെഡി ആയില്ലേ? അവൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അയ്യോ, നേരില്ല. 7 മണിക്ക് നാടൻ തുടങ്ങേണ്ടതാ. 19 കിലോമീറ്റർ ഓടിയെത്തണം. അതിനെന്താ, പഴയ ഫെർഗോ അല്ലേ അവൻ. അവൻ ആരാ? പണ്ട് ഞാൻ കോഴിക്കോട് ഇരിക്കുമ്പോഴേ ഇന്നത്തെ നമ്മുടെ രാമൻകുട്ടിനാരാണ് കളക്ടർ. അന്ന് ഞാൻ നല്ല ചെറുപ്പമാ, ഒരു 30-32 വയസ്സ് കാണും. പ്രേമൻ അന്ന് പ്രേമൻ ഉണ്ടോടി? പിന്നെ നമ്മൾ കോഴിക്കോട് വരുമ്പോ പ്രേമൻ 1 വയസ്സാ. അന്ന് കൃഷ്ണൻ ഉണ്ണിയാ. 53-ലാ ഉണ്ണി. അത് കഴിഞ്ഞ് 1.5 കൊല്ലം കഴിഞ്ഞ പിന്നെ പ്രേമൻ. അതെങ്ങനെയാ? ദേവകി മുരളിയെ പ്രസവിക്കുന്നതിന് 3 മാസം മുമ്പല്ലേ പ്രേമൻ?
അന്ന് നമ്മള് പാലക്കാടാ. പാലക്കാട് കോഴിക്കോട് എവിടെയെങ്കിലും ആകട്ടെ. എവിടെയെങ്കിലും ആട്ടെ, ഞാൻ പറഞ്ഞു വന്നേ, ഓ. അന്ന് ബേപ്പൂർ ഒരു ഹാജിയാർക്ക് ഇതുപോലെ ഫർഗോ ഉണ്ട്. നമുക്ക് അത് വിശദമായിട്ട് സംസാരിക്കാം. സമയം ഇപ്പോഴേ വൈകി. ഇനിയും വൈകിയാൽ നാട്ടുകാർ പെരുമാറും. 4 മണിക്ക് സെറ്റ് കെട്ടേണ്ടതാ. പ്രേമൻ വടക്കേ മുറി ഒന്ന് വിളിക്കാമോ? പ്രേമ, എടതാ വണ്ടി വന്നു. ആ കുറച്ച് വെയിറ്റ് ചെയ്യട്ടെ. അവര് വെയിറ്റ് ചെയ്യുമ്പോ ഈ നാട്ടുകാർക്കിടയിൽ എന്റെ വെയിറ്റ് ഒന്ന് കൂടും. ആ അത് കൂടും. പക്ഷേ അവര് വെയിറ്റ് കുറഞ്ഞ വേറെ ആളെ നോക്കും. അല്ലെങ്കിൽ തന്നെ മാസം 4-5 കളിയേ ഉള്ളൂ. നീ വെയിറ്റ് കൂട്ടി കൂട്ടി അതും കൂടി ഇല്ലാണ്ടാക്കും. എന്റെ അമ്മേ, മലയാള നാടക ലോകത്ത് എനിക്ക് പകരക്കാരനായി ഒരൊറ്റ ആളേ ഉള്ളൂ. ആരാ? ഞാൻ തന്നെ. ഇത് എന്റെ അഭിപ്രായമല്ല, നാടകപ്രേമികൾക്ക് മൊത്തത്തിലുള്ള അഭിപ്രായമാണ്. ഓ, എന്ത് കുന്തെങ്കിലും ആവട്ടെ, നീ അങ്ങോട്ട് ചെന്നേ. അവർക്ക് 4 മണിക്ക് കട്ടൻ കിട്ടാനുള്ള അത്രേ. അതെന്റെ ജോലിയല്ല. ഞാൻ നടനാണ്, നടൻ മാത്രമാണ്. 6 സിലിണ്ടർ അല്ലേ? അതെ. എഞ്ചിൻ എങ്ങനെ? എഞ്ചിന് കുഴപ്പമൊന്നുമില്ല. കയറ്റമൊക്കെ നല്ല ആ വലുവായിരിക്കും. നല്ല വലുവാ. അതാ ഇവന്റെ ഒരു കണ്ടീഷൻ. ആ പ്രേമം വടക്കേമുറിയുടെ അച്ഛനല്ലേ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? നല്ല ചായ. ആ, പണ്ട് മുതലേ കലാകാരന്മാരുടെ കുടുംബമാണ് ഞങ്ങളുടെ. എൻ്റെ ഒരു അമ്മാവനുണ്ടായിരുന്നു, വടക്കേമുറി ഉണിക്കണ്ടൻ നായർ. രാവണവധത്തിൽ ഹനുമാന്റെ വേഷമാണ് കിട്ടുക. ഉടുത്ത് കെട്ടി വന്നാൽ അസൽ ഹനുമാൻ തന്നെ. ആ അമ്മാവന്റെ തനി സ്വരൂപമാ പ്രേമൻ. മതിയച്ച ആളുകളെ വധിച്ചത്. പോവാ. എടാ, അമ്മാവന്റെ ഹനുമാൻ വേഷത്തിൽ നിങ്ങൾ കേറ്. പറഞ്ഞതാ. ആ ഒന്ന് അനക്കി വിട്ട ചേറ്. ആ ഒന്ന് തള്ളിക്കേ. ആ ആ പിടിച്ചേ. ആ കൊടുത്തോ. ഭയങ്കര വരട്ടെ. ആ ആ നേരം എത്രയായെന്നറിയോ? ഒരു 4-4:30 ആയി കാണും. അല്ല, വാച്ചല്ലേ കയ്യെ കിടക്കുന്നേ. സമയം അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. ഈ ഉളി തേക്കാൻ തുടങ്ങിയിട്ട് നേരം എത്രയായെന്നാ ഞാൻ ചോദിച്ചത്. തേച്ച് ഉളി തീരാറായി. മേസ്ത്രി, ഇത്രയും പേര് പണിഞ്ഞിട്ട് പണിയൊന്നും ആയില്ലെന്ന് പറഞ്ഞ. ഒന്ന് വേഗം നോക്കണോ. നോക്കുന്നുണ്ട്. പണിയൊന്നും നടക്കുന്നില്ലെന്നേ ഉള്ളൂ. എന്തായി പെരപണിയൊക്കെ? എന്താവാനാ ശങ്കരേട്ടാ, ഇതിപ്പോഴും തീരുന്ന ലക്ഷണമില്ല. ആ രാവിലെ മുതൽ നാട്ടുകാര്യങ്ങൾ രാഷ്ട്രീയം പറച്ചില്ലോ ഇവർക്ക് പ്രധാനം. ഇവരൊക്കെ ഇവിടെ തർക്കിച്ച സോഷ്യലിസം വരുമോ നാട്ടിൽ? അതേ, പണിയെടുപ്പിക്കാൻ ഒരു വൈഭവം വേണം. പിടിച്ചേ. അപ്പോഴേ ഒന്ന് നിർത്തിക്കേ. പറയട്ടെ, അവനവൻ ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥത വേണ്ടേ? വേണം. ഇത് നമ്മുടെ ചോറ. പേർഷ്യയിൽ പോയെന്നരിച്ച് അവിടുത്തെ ഷേഖുമാരുടെ പണപ്പെട്ടി ഒന്നും ഇവനെടുത്തോണ്ട് വന്നിട്ടില്ല. എന്റെ ഒപ്പം പണിയെടുത്തിരുന്ന ഒരു വെറും സാധാ സർക്കാർ ഡ്രൈവറുടെ മകനായവൻ. ശങ്കരേട്ടാ, ഒന്ന് വന്നേ. ഒന്നിങ്ങി വന്നേ. പണി നടക്കട്ടെ. ഉള്ള സമയം ഉപദേശിച്ച് കളയണ്ട. അത്രയും നേരം ഒരു പണിയെടുക്കട്ടെ. അല്ല, നമ്മളൊന്നും അറിയാമത്ത കിഴങ്ങന്മാരാന്ന് വിചാരിക്കരുതല്ലോ. വാന്നേ, വാ. മതിയല്ലേ? ഞാനിപ്പോ വരാം. ആഹാ, ഇതാരാ? നിങ്ങൾ എന്ത് മനുഷ്യനാ? മുരളിയെ കൊണ്ടാ ഇതൊക്കെ എടുപ്പിക്കുക? അതിനെന്താ അമ്മനെടുത്തി? പാലക്കാട് കോട്ടയത്ത് താമസിക്കുമ്പോ സ്ഥിരം പീഡിയപ്പൊക്കെ ഞാനല്ലായിരുന്നു. അതന്ന്. ഇന്ന് അങ്ങനെയാ? ആ, ഇന്നും അങ്ങനൊക്കെ തന്നെയാ. ഇവൻ അന്യനൊന്നും അല്ലല്ലോ, നമ്മുടെ കുട്ടിയല്ലേ. വാ മോനെ. ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഗീതേ, മുരളി ഇരിക്കുക കേട്ടോ. ദേവുവിന് സുഖം തന്നെയല്ലേ? ആ, അസുഖമൊന്നുമില്ല. അമ്പലത്തിലെ ഉത്സവത്തിന്റെ കണ്ടതാ ദേവുവിനെ. അമ്മ ഒരു ദിവസം ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിരിക്കുക. മുരളി കാപ്പി എടുക്കട്ടെ? വേണ്ട, ഞാൻ ഇപ്പൊ കുടിച്ചു. പിന്നെ ഉണ്ണിയേട്ടാ എന്ത് പറയുന്നു? ഇന്ന് ലീവാ. ബാങ്കിന്റെ ചെയർമാനെ കാണാൻ പോയിരിക്കുക. മുരളി എന്നാ തിരിച്ചു പോകുന്നത്? ഗൾഫിലേക്കോ? ചിലപ്പോ തിരിച്ചു പോക്കുണ്ടാവില്ല. ഇവിടെ എന്തെങ്കിലും ബിസിനസ് നോക്കിയാൽ കൊള്ളാമെന്നുണ്ട്. എത്ര കാലം അന്യനാട്ടിൽ കിടന്നിങ്ങനെ. വീട്ടിലാണെങ്കിൽ അമ്മ എന്തു മാത്രമല്ലേ ഉള്ളൂ. എന്തു ഇപ്പൊ പഠിക്കാൻ പോണില്ലേ? ആ, പഠിപ്പൊക്കെ നിർത്തി. മണ്ടിയാണെന്നേ. ഇനി കെട്ടിച്ചു കൊടുക്കണം. ഓ, ഇവറ്റകളെയൊക്കെ പഠിപ്പിച്ചിട്ട് എന്താ കാര്യം? ഇവിടെ ഒരുത്തിയുണ്ട്, രമേ. പഠിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നല്ലേ. മോളത്തിന് എണ്ണ എടുത്ത്. ശരി. രമ വരാറായില്ലേ? പൂവ് കോളേജ് വിട്ടാ ചിലപ്പോ ഗോപുനെ കാത്തു നിൽക്കും. അവനും ട്യൂട്ടോറിയെന്ന് ഒരുമിച്ച് ആ ബസ്സിലാ വരിക. ഇറങ്ങുമാഷേ. അപ്പൊ നിന്റെ പുറകെ നിന്നോട് എന്താ പറഞ്ഞത്? എനിക്കെങ്ങനെ അറിയാം? പോയി ചോദിക്കും.
വായി നോക്കിയുള്ള കൊണ്ട് വഴി അടക്കാൻ വയ്യ. ആ രമ ഇന്ന് വൈകിയോ? ഇല്ലല്ലോ. ഗോപു പഠിത്തമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? തവണെങ്കിലും 10ാം ക്ലാസ് കിടക്കോ? മുരളിയേട്ടന് വേറെ ഒന്നും ചോദിക്കാനില്ലേ? ആര് കണ്ടാലും പഠിപ്പ് പഠിപ്പ് പഠിപ്പ്. അയ്യോ, എന്തായാലും ഇവൻ മുരളിയേട്ടനെക്കാളും ഭേദമാ. അതെന്താ? 10ാം ക്ലാസ് 6 തവണ എഴുതിയ ആളല്ലേ. ഇവൻ 5 ആകുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ പഠിപ്പിലേക്ക് എന്തിരിക്കുന്നു? എങ്ങനെയെങ്കിലും ഒരു നല്ല നിലയിലായാൽ പോരെ? രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം രാമ 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 പാഹിമാം. അമ്മേ, അടുപ്പത്ത് എന്താ വെച്ചിരിക്കുന്നേ? കരിയുന്ന മണം വരുന്നു. രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം രാമ 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 മതി, പാഹിമാം മോളകത്ത് പോയിരുന്ന പോലും പഠിക്കും.